മുന്തിരിച്ചെടിയല്ലോ ഞാൻ, നിങ്ങളതിൻ ശാഖകളും. നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. മുന്തിരിച്ചെടിയല്ലോ ഞാൻ, നിങ്ങളതിൻ ശാഖകളും. നിങ്ങളെന്നിൽ വസിക്കുകിൽ പൂത്തു തളിർക്കും. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിൻ്റെ ശാഖകളുമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. വളരെ മനോഹരമായ ഒരു സുവിശേഷ വചനം ആണിത്. ആരൊക്കെ എന്നിൽ നിലനിൽക്കുന്നുവോ ഒത്തിരിയേറെ ഫലം പുറപ്പെടുവിക്കും എന്നും കൂടി സുവിശേഷ വചനം കൂട്ടിച്ചേർക്കുന്നു. നമുക്കറിയാം, ശാഖകളാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ആ ശാഖ തണ്ടിൽ നിന്നും മാറ്റപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ വാടിക്കരിയും. എത്ര ഫലം പുറപ്പെടുവിച്ചാലും അത് തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ ഫലത്തിൻ്റെ സൗന്ദര്യവും ഫലത്തിൻ്റെ ആ ഫലം കാണുവാൻ തന്നെ ഒരു പ്രത്യേകതയും ഉണ്ടാവുക. അതുപോലെ ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അവനിൽ നിന്ന് അടർന്നു പോയാൽ വെട്ടപ്പെട്ട ശാഖ പോലെ നമ്മൾ വാടിപ്പോകുമെന്നുള്ള ഗാനം ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവാം. അതെ, അവനോട് ചേർന്ന് നിന്ന് അവൻ ആഗ്രഹിക്കുന്ന പോലെ ഫലം പുറപ്പെടുവിച്ച് ഫലം നിലനിൽക്കുന്ന മക്കളുമായി നമുക്ക് മാറ്റപ്പെടുവാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നല്ല ഫലം നൽകി എൻ ശിഷ്യരായി തീരും നേരം സ്വർഗനാഥനതിൽ നിത്യമഹത്വം കൊള്ളും. നിങ്ങൾ നല്ല ഫലം നൽകി എൻ ശിഷ്യരായി തീരും നേരം സ്വർഗനാഥനതിൽ നിത്യമഹത്വം കൊള്ളും. മുന്തിരിച്ചെടിയല്ലോ ഞാൻ, നിങ്ങളതിൻ ശാഖകളും. നിങ്ങളെന്നിൽ വസി